നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ വിഷ്വൽ കണ്ടോ? വിഷ്വൽ കണ്ടിട്ടാണോ നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്? പലരും പ്രതികരിക്കും. കാരണം പലരുടെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പലരും പ്രതികരിക്കും. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന്. ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ പ്രസംഗത്തിൻ്റെ ഭാഗം വായിക്കാം. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. എൻ്റെ പ്രസംഗത്തിലാണ്. ചില അമ്മമാർക്ക് അവരുടെ പ്രത്യേകമായ ഡിഷ് ഉണ്ടാവും. അവർ പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അറിയാമല്ലോ, നിങ്ങളുടെയൊക്കെ അമ്മമാർ പ്രത്യേകമായിട്ടുള്ള ഉണ്ടാക്കി. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് 27 വർഷമായിട്ടും എൻ്റെ നാവിൽ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. ഞാനത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയായി വരുന്ന ഒരാൾക്കെങ്കിലും ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമായിട്ട് എവിടെ അടയാളപ്പെടുത്തിയേക്കണം? അല്ലല്ലല്ല, കേട്ടോ, നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസ് കേൾക്ക്. അവരുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ സെൻറ്റൻസ് അവരുടെ മക്കൾക്ക്. മക്കളെന്ന് പറഞ്ഞാൽ പെൺമക്കൾ മാത്രമാണോ? അല്ലല്ല, മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകൻ്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്? അല്ലല്ല, അതെന്താ? മക്കൾക്കെന്ന് പറഞ്ഞാൽ തെറ്റാണോ? അതിഥി പുതിയതായിട്ട് വരുന്നതല്ലേ? ഞാൻ പറയട്ടെ, അത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം പെട്ടില്ലേ? നിങ്ങൾ മൈക്രോസ്കോപ്പ് കുറച്ച് ആളുകൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. മക്കൾക്കത് പകർന്നു കൊടുക്കണം. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. മക്കൾക്കത് പകർന്നു കൊടുക്കണം എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ കൗശലത്തോടുകൂടി ഈ എന്ത് സ്ത്രീവിരുദ്ധ പരാമർശമാണുള്ളത്? ഒരമ്മ മക്കൾക്ക് അവരുടെ കാര്യം പകർന്നു കൊടുക്കണമെന്ന് പറയില്ല. നിങ്ങൾ ഇത്രയും താഴോട്ട് പോകരുത്. എടാ, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും. വെയിറ്റ് എൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും പോവില്ല. എൻ്റെ വിശ്വാസ്യതയും എനിക്ക് ഈ നിലപാട്. എന്നിട്ട് പറയാണ്, ഞാൻ സ്ത്രീകളെ KSRTC ബസ്സിൽ കയറ്റി 16-ാം നൂറ്റാണ്ടിൽ കൊണ്ട് സ്ത്രീകളെ KSRTC ബസ്സിൽ സൗജന്യം കൊടുത്താണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഐ ഹാവ് ഓൾറെഡി ആൻസേർഡ്. ഇനി വേറെ എനി മോർ ക്വസ്റ്റ്യൻ? ഇത് അനുവദിക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ വന്നിരുന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കുന്നത് ശരിയല്ല. നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാനൊരു പൊസിഷനിൽ നിന്ന് സംസാരിക്കുക. നിങ്ങൾ പത്രസമ്മേളനം ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കി. ഞാൻ ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇരുന്ന് തന്നിട്ടില്ല. ഇതുപോലെ നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറയാം. പക്ഷേ നിങ്ങൾ ആ മര്യാദ നിങ്ങൾ കൂടി കാണി. നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കുന്നത്? അപ്പം തന്നെ നടപടിയെടുത്തല്ലോ. എനിക്കാണ് കത്തയച്ചത്. അപ്പം തന്നെ ഇമ്മീഡിയറ്റായിട്ട് തെറ്റായ ഒരു കാര്യമാണ് അവർക്കെതിരെ പ്രചരിപ്പിച്ചത്. അപ്പം തന്നെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, എന്താ പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ്? ഈ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ വേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. സർക്കാർ എന്താ ഹൈക്കോടതിയിൽ പറഞ്ഞത്? ഇപ്പോൾ വന്ന കേസ് തള്ളിക്കളയണമെന്നാണ് പറഞ്ഞത്. ആണല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഉള്ള 4 കേസുകൾ തള്ളിക്കളയണം ഹൈക്കോടതിയിൽ. വഖഫ് ബോർഡ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമിച്ച വഖഫ് ബോർഡ് നേരെ സുപ്രീം കോടതിയിൽ പോയി. എന്നിട്ട് അവരെ പ്രവർത്തനം ഫ്രീസ് ചെയ്തു ഹൈക്കോടതി. എന്നിട്ട് പറഞ്ഞു സംസ്ഥാന സർക്കാർ കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി അത് തള്ളിക്കളയാതെ അവരുടെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ചു എന്ന പ്ലീസ് നോ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കേസ് തള്ളിക്കളയണം എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു വന്ന പിന്നെ എന്താ അതിൻ്റെ അകത്ത് വിവാദം? രണ്ടാമത്തെ കാര്യം ഈ വഖഫ് ബോർഡ്, LDF സർക്കാർ വെച്ച വഖഫ് ബോർഡ് അവിടെ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ ചെയ്തോളാം. ഈ 2 പേരെ കൂടി വെച്ചുകൊണ്ട്, അമുസ്ലിങ്ങളായ ആളുകളെ കൂടി വെച്ചുകൊണ്ട് ഞങ്ങളിത് പുനഃസംഘടിപ്പിച്ചു കൊള്ളാം. മൂന്നാമത് പറഞ്ഞൊരു കാര്യം അറിയാമോ?
ഇത് പുതിയ സർക്കാർ അത് ചെയ്യാത്തത്, അത് പുതിയ സർക്കാർ വന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത്, ഈ രണ്ട് മുസ്ലിങ്ങളെ വെക്കാത്തത് എന്നാണ് വഖഫ് ബോർഡ് പറഞ്ഞത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇത് കൂടി കേട്ടോ. കഴിഞ്ഞ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞതെന്നാ 14/12/2024 ഡിസംബർ 24 കഴിഞ്ഞു. സാധാരണഗതിയിൽ കാലാവധി കഴിയും മുമ്പ് തന്നെ അത് പുനഃസംഘടന നടപടി തുടങ്ങും. 4 മാസത്തിനകം ബോർഡ് വരുമെന്ന് 29/11/24 സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 24 വർഷത്തിൽ പുതിയ ബോർഡ് അന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് നിലനിൽക്കുമായിരുന്നു. സർക്കാർ ചെയ്തതെന്താ, ഈ പുതിയ ഭേദഗതി, വഖഫിലെ ഭേദഗതി വരുന്നത് വരെ കാത്തിരുന്നു. ഭേദഗതി വന്നത് 8/4/2025 4 മാസം. അത് കഴിഞ്ഞിട്ട് പുതിയ ബോർഡിന് രൂപം നൽകിയത് 4/2/26 അപ്പോൾ 14/12/24 കാലാവധി കഴിഞ്ഞിട്ട് പുനഃസംഘടിപ്പിക്കാതെ 4/2/26 പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് ഈ ഭേദഗതിയുടെ പ്രശ്നം വന്നത്. മനസ്സിലായ? എല്ലാ അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാനായിട്ടാണ് പുതിയ ബോർഡ് രൂപീകരണം വൈകിപ്പിച്ചത്. മനസ്സിലായില്ലേ? അത് പ്രതിപക്ഷ അംഗങ്ങൾ പല രീതിയിൽ ബോർഡ് രൂപീകരിച്ചാൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് സർക്കാർ ആ തീരുമാനം വൈകിപ്പിച്ചത്. ആ തീരുമാനമാണ് ഇതിൻ്റെ മുഴുവൻ കാര്യം. പിന്നെ ഇപ്പം എന്താ കോടതി പറഞ്ഞിരിക്കുന്ന, സുപ്രീം കോടതി തിരിച്ചയച്ചല്ലോ, ഇവിടെ തിരിച്ചയച്ചപ്പോൾ എന്താ സുപ്രീം കോടതി പറഞ്ഞത്, ഈ സെക്ഷൻ 14 ഇടപെട്ടില്ല. അതായത് മിനിമം അംഗങ്ങൾ അമുസ്ലിം അംഗങ്ങൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിയമത്തിൽ. അതായത് 7 വരെ ആവാം. 7 വരെ ആയ വഖഫിലെ ഭൂരിപക്ഷം അമുസ്ലിങ്ങൾക്കാവും വഖഫ് ബോർഡിൽ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു മിനിമം എന്നുള്ളത് 3 ആക്കി. ഈ 14 ഇടപെട്ടില്ല. ഇത് മാത്രം വെച്ചു 3 പേര് മാക്സിമം എന്നുള്ളത് 3 ആക്കി. മാക്സിമം 7 വരെ പോകാമായിരുന്നത് 3 ആക്കി. മാക്സിമം 3 പോകാൻ പറ്റുള്ളൂ, മിനിമം 2 ആക്കി. അതിൻ്റെ അർത്ഥം എന്താ? അത് ചെയ്യണമെന്ന് കോടതിയുടെ വിധി വരട്ടെ. ഇതാണ് വഖഫ് ബോർഡ് എടുത്ത സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞല്ലോ, കോടതിയുടെ വിധി പുറത്തു വരട്ടെ. കോടതി എന്താണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്? കോടതി ചർച്ച ചെയ്യല്ലേ, ഈ വിഷയം ചർച്ച ചെയ്യല്ലേ. കോടതിയുടെ വിധി വരട്ടെ, നമുക്കെന്താ ധൃതി? നിങ്ങളെ ഡേറ്റ് നോക്കിക്കോ. ഇതിനായിരിക്കില്ല വൈകിപ്പിച്ചത് അന്നത് രൂപീകരിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷാംഗങ്ങളെ കൂടി വരുമായിരുന്നു ഇതിൻ്റെ അകത്ത് ബോർഡിൽ. അത് വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഡിലേ ചെയ്താണ്. അവിടുത്തെ ഓർഡർ വരുന്നതിന് മുമ്പ് അവരത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് തുടരുമായിരുന്നു, അതിൻ്റെ കാലാവധി വരെ തുടരുമായിരുന്നു. കാലാവധി കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഈ പുതിയ നിയമം. അപ്പോൾ ആ പുതിയ നിയമത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം വന്നേനെ, എന്തെങ്കിലും തീരുമാനം. പ്രതിപക്ഷം അങ്ങനെ പറയട്ടെ. എന്നെ കാണാൻ വന്ന വയോധികയെ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റായ വാർത്തയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രായമായവരെ മുഴുവൻ ഞാൻ താഴെയാണ് കാണുന്നത്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ. 3 മണിക്ക് അവിടെ ചെന്ന് അവരെ കണ്ടതിന് ശേഷമാണ്, മിക്കവാറും 100-ലധികം പേര് അവിടെ തന്നെ ഉണ്ടാവും. അവരെ കണ്ടതിന് ശേഷമാണ് ഞാൻ മുകളിൽ വന്ന്, ചിലപ്പോൾ പ്രായമായവരല്ലാതെയും ചിലപ്പോൾ കയറി വരും, പ്രായമായവരും ഉണ്ടാവും. ഞാൻ അവരെ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ്, അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം. കാരണം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഈ വരാന്തയിൽ നിൽക്കുമ്പോഴുള്ള വിഷമം കൊണ്ടാണ് താഴെ അത് ഓപ്പൺ ചെയ്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും പ്രായമായ ആളുകൾക്കും ഇരിക്കാൻ സൗകര്യം കൊടുത്തത്. ഈ വയോധിക വീണ്ടും വന്ന് ബഹളം ഉണ്ടാക്കി. അവർക്ക് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് കോടതിയിലാണ്. എന്നെ വന്ന് കണ്ടിരുന്നു. നമുക്ക് ചെയ്യാൻ പരിമിതികളുണ്ട്. കേസ് കോടതിയിലാണ് ആൾക്ക്. അപ്പോൾ അവർ താഴെ വന്ന് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരെ പോകാൻ നിർബന്ധിച്ചിട്ട് അവർ പോയില്ല. അന്ന് അവരെ പോലീസ് കൊണ്ടുപോയി. ഇവരെ മകളെ വിളിച്ചു. അപ്പോൾ മകൾ വന്നില്ല കൊണ്ടുപോകാൻ. എന്നിട്ട് പോലീസ് ജീപ്പിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ടിക്കറ്റ് എടുത്തിട്ട് അവരെ യാത്രയാക്കിയത്. ഇതാണ് സംഭവം. തെറ്റായ വാർത്തയാണ്. അല്ല, അത് അവർ പരാതി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ തെറ്റായ പരാതിയാണ് കൊടുത്തത്. ഞാൻ അവർക്ക് എന്താണ്, അല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ, നിങ്ങൾ അന്വേഷിക്കുകയും കൂടി വേണമല്ലോ. നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറയില്ല, ഞാൻ പറയണത് ശരിയല്ല. എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ കാര്യമാണെന്ന്. അല്ല, രണ്ടാമത്തെ കാര്യം
ഈ ഒരു കുണ്ടറയിലെ കസ്റ്റഡി മരണ ആരോപണം ജൂൺ 16 ഒരു ആൺകുട്ടിയെ കാണാതായ പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. 17 വിട്ടയച്ചു. സംഭവം നടന്നു 13 ദിവസത്തിന് ശേഷം ജൂലൈ 2 സിയാദിനെ നാട്ടുകാരനായ ഒരു യുവാവിൽ നിന്നും മർദ്ദനമേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുണ്ടറയിലെ കേസ് 13 ദിവസത്തിന് ശേഷം പോലീസ് വിട്ടയച്ച് 13 ദിവസത്തിന് ശേഷം ഒരാൾ മർദ്ദിച്ചു. ജൂലൈ 25 അതായത് ആളെ വിട്ടയച്ചത് 17-ാം തീയതിയാണ്, ജൂൺ 17-ാം തീയതി. ഒരു മാസവും കഴിഞ്ഞ് ജൂലൈ 25-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിരിക്കെ മരിച്ചു. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ റിപ്പോർട്ട് സിയാദിൻ്റെ മരണം ഹെപ്പറ്റൈറ്റിസ് രോഗബാധ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പിതാവിൻ്റെ സഹോദരൻ നൽകിയ മൊഴിയുടെയും ജൂലൈ 2 സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അല്ല, അത് അന്വേഷിക്കട്ടെ. പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം. നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും ഗ്യാപ്പുണ്ട്, എന്നിട്ടും അത് അന്വേഷണം നടത്താതെ തള്ളിക്കളയല്ല ചെയ്ത്. അന്വേഷണം നടത്തുകയാണ്. ഒരു സംഭവം ഉണ്ടായാൽ അന്വേഷിക്കണം. അല്ല, ഇത് പറഞ്ഞാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടും ഗവൺമെൻറ് എന്താ തീരുമാനം എടുത്തേക്കണത്? സർക്കാർ തീരുമാനം എടുത്തേക്കണം. ഞാൻ മൊഴിയുടെ കാര്യം പറയാം. സർക്കാർ എടുത്തേക്കണ തീരുമാനം എല്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. ആ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനമെടുക്കും. അതൊരു കേസ് അന്വേഷണം നടക്കുമല്ലേ? നിങ്ങൾ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പാർട്ടി അതിൻ്റെ മതേതര നിലപാട് കളഞ്ഞു കുളിച്ചു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഞങ്ങളുടെ ആരോപണം, പ്രതിപക്ഷം അന്നായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ ആരോപണം CPM കേന്ദ്ര കമ്മിറ്റി അടിവരയിട്ട് ശരിവെച്ചിരിക്കുന്നു. എന്താ ചെയ്തത്? ഞാൻ വിമർശിച്ചാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വായിക്കുകയാണ്. ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തത്? എന്ത് പ്രസക്തിയാണ് UP മുഖ്യമന്ത്രിയുടെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയിൽ വായിക്കേണ്ടത്? എന്താ റെലവൻസ്? ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലങ്കാനയിൽ നിന്നൊക്കെ അല്ലേ ഇവിടെ ആളുകൾ വരുന്നത്. UP മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ കത്ത് വായിച്ച് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? ശ്രീ പിണറായി വിജയൻ മറുപടി പറയണം. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ് മതേതര നിലപാട് കളഞ്ഞു വിളിച്ചു. CPMന് തിരിച്ചറിവുണ്ടാവും, വർഷങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതുപോലെ സഹകരണ ബാങ്ക് കൊള്ള, പെൻഷൻ കുടിശ്ശിക, നികുതി വർധന, കർഷക തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ ഇടയായി എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്. മനസ്സിലായ? ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്ന ഇവരുടെ എല്ലാം നിലപാട് കേന്ദ്ര കമ്മിറ്റി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. Yes, Rahul Gandhi is our leader. We are supporting the statements made by Rahul ji. അല്ല, ആരാണ് പറഞ്ഞത് കഴിഞ്ഞ ക്യാബിനറ്റിൽ വരുമെന്ന്? ഇല്ല, നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. അത് വരുമെന്ന് ക്യാബിനറ്റിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ ക്യാബിനറ്റ് പരിശോധിക്കും. വരട്ടെ, വരുമ്പോൾ പരിശോധിക്കും. അത് തീരുമാനം എടുത്തു കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കും. അതൊക്കെ നാളത്തെ UDF യോഗത്തിലെ ചർച്ച. ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? നാളത്തെ UDF ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ നാളെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് അതിൻ്റെ? ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്തും ചോദിക്കാം എന്നുള്ളതുകൊണ്ടാണ്.
ഒരു ചോദ്യം 3 പ്രാവശ്യം ചോദിക്കണ്ട,